സോ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 2 ആണ്. സോ മോഡ്യൂൾ 2ൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ഒരു സി പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മോഡ്യൂൾ 2ൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ട് പോവുക. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടർ സെറ്റാണ്. സോ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സി പ്രോഗ്രാം എഴുതാനായിട്ട് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അവരെ എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ക്യാരക്ടർ സെറ്റിനകത്തുള്ള ഓരോ എലിമെൻസിനെയും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യത്തേത് ആൽഫബറ്റ്സ് നമുക്കറിയാം. സി പ്രോഗ്രാമിൽ ചില കാര്യങ്ങൾ കേസ് സെൻസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അന്ന എന്ന് എഴുതുന്നതും ക്യാപ്സിൽ അന്ന എന്ന് എഴുതുന്നതും ഇതിനെ രണ്ടെണ്ണത്തിനെ രണ്ട് ഡിഫറെൻ്റ് എൻറ്റിറ്റീസ് ആയിട്ട് കാണും. അപ്പം ചില കാര്യങ്ങളിൽ കേസ് സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടലി 52 ആൽഫബറ്റ്സ് ആണുള്ളത്. അതായത് ലോവർ കേസിലുള്ള A to Z അപ്പർ കേസിലുള്ള A to Z നമുക്ക് ആൽഫബറ്റ്സിൻ്റെ കീഴിൽ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിജിറ്റ്സ് ആണ്. നമുക്ക് 0 to 9 ഉള്ള ഡിജിറ്റ്സിനെ നമുക്ക് ന്യൂമറിക് വാല്യൂവിന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 0 to 9 കോമ്പിനേഷൻ ഇപ്പോൾ 23, 45 അങ്ങനെയൊക്കെ 0 to 9 കോമ്പിനേഷനെ നമുക്ക് ഡിജിറ്റ്സ് എന്നുള്ള രീതിയിൽ സി പ്രോഗ്രാമിൽ എഴുതാനായിട്ട് സാധിക്കും. അടുത്തത് സ്പെഷ്യൽ സിമ്പിൾസ്, അറ്റ്, $, ഹാഷ്, ഇതൊക്കെ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ചോദിക്കത്തില്ലേ ഒരു സ്പെഷ്യൽ സിമ്പിൾ, ഒരു ഡിജിറ്റ്, ഒരു ആൽഫബറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ക്യാരക്ടർ സെറ്റ് നമുക്ക് സി പ്രോഗ്രാമിങ്ങിലും വരുന്നതാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോക്കണാണ്. സോ നമ്മളുടെ സി പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോഴത്തേനും നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസും എന്താണ് ചിലപ്പോൾ ഡേറ്റയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആയിരിക്കും നമ്മൾ സി പ്രോഗ്രാം എഴുതുന്നത്. ഈ സി പ്രോഗ്രാമിൻ്റെ ഓരോ ലൈനിലെ ഓരോരോ വേർഡ്സ് എന്ന് പറയുന്നത് ഒരു ടോക്കണാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെ എഴുതുവാണ്. ഇപ്പം ഇത് ഞാനിങ്ങനെ എഴുതി. ഇതെന്ന് പറയുന്നത് എൻ്റെ പ്രോഗ്രാമാണല്ലോ. ഇതിൽ ചെറിയ പീസസിനെ എനിക്ക് ടോക്കൺസ് ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടോക്കണാണ്, എനിക്കൊരു ടോക്കണാണ്, സെമിക്കോളൻ എനിക്കൊരു ടോക്കണാണ്, പ്രിൻ്റ് ഇത് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഹായ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഓരോരോ ടോക്കൺസ് ആണ്. സോ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ കളക്ഷനാണ് നമുക്ക് ടോക്കൺ എന്ന് പറയുന്ന ഒരു ടേമിൽ എത്തിപ്പെടുന്നത്. ബേസിക്കലി ഓരോ പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമുക്ക് ടോക്കണെ വിശേഷിപ്പിക്കാം. ടോക്കണിന് ഇത്രയും ടൈപ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സി പ്രോഗ്രാമിൻ്റെ ടോക്കൺസ് എന്ന് പറയുമ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കീഴിൽ വരുന്നത്. അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. അപ്പോൾ കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം എന്തെങ്കിലും ഡിക്ലറേഷനോ അല്ലെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉള്ള 32 കീവേഡ്സാണ് നമുക്ക് സി പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോഡ് എഴുതുവാണ്. ഞാൻ എന്തിനാണ് കോഡ് എഴുതുന്നത്? എനിക്കിപ്പോൾ ഒരു എനിക്കൊരു ടാസ്ക് വരുമ്പോൾ ആ ഒരു ടാസ്കിനെ പെർഫോം ചെയ്യാനായിട്ടായിരിക്കുമല്ലോ ഞാൻ കോഡ് എഴുതുന്നത്. സോ അങ്ങനെ എഴുതുന്നതിന് ഇപ്പം എന്തെങ്കിലും ഒരു ഫങ്ഷനാലിറ്റി അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ന് പറഞ്ഞൊരു നമ്പറിനെ കമ്പ്യൂട്ടറിനടുത്ത് പറയണം. A എന്ന് പറയുന്നത് എനിക്കിതിനകത്ത് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, എന്ത് നമ്പറാണ്? ഇൻറ്റീജർ നമ്പറാണ്. അപ്പം ഈ ഇൻറ്റീജർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എയുടെ മുൻപിൽ എനിക്കൊരു ഇൻറ്റ് ഇട്ടാൽ മതി. ഈ ഇൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ കീവേഡാണ്. ഓക്കെ, ഇൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ കീവേഡാണ്. അപ്പം അങ്ങനെ കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇതാണ് ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പിൻ പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാം. ഇതേ എക്സാമ്പിളിൽ തന്നെ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ നമ്മൾ വേരിയബിൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇവർ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പം എന്ന് പറയുന്നത് ഈ എയുടെ വാല്യൂ ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം A = 5 എന്ന് പറയുമ്പോഴത്തേനും ഈ എന്ന് പറയുന്ന കണ്ടെയ്നറാണെന്ന് വിചാരിക്കുക, അതിനകത്ത് 5 ആയിരിക്കും. അടുത്ത ലൈനിൽ ഞാൻ A = 5 + 2 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ എക്ക് പകരം ഇവിടെ 7 വരും. അതുകൊണ്ടാണ് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് വേരിയബിൾസ്, അറേസ്, പോയിൻറ്റേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഇനി നമ്മൾക്കൊരു ഐഡൻറ്റിഫയറിനെ എഴുതുക എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് വായിൽ തോന്നിയൊരു പേര്. ഇപ്പം ഞാൻ ഇൻറ്റ് എന്ന് എഴുതിയ പോലെ നമുക്ക് ഈ ഒരു ഇൻറ്റ്
ഇൻറ്റ് സംതിങ് ഇപ്പോൾ എനിക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എഴുതാൻ എനിക്ക് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നെയിം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പറയും നിങ്ങൾ ഈ പറയുന്ന സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊരു ഐഡൻറ്റിഫയർ ആണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലേ കമ്പ്യൂട്ടർ പറയത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് റൂൾസ് ഫോളോ ചെയ്യണം. ഐഡൻറ്റിഫയർ എഴുതുമ്പോഴത്തേനുള്ള റൂൾസ്. ഐഡൻറ്റിഫയറിനകത്ത് ലെറ്റേഴ്സ് അത് കണ്ടെയ്ൻ ചെയ്യാം, ഡിജിറ്റ്സ് അണ്ടർസ്കോറൊക്കെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഐഡൻറ്റിഫയറിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റ് വാല്യൂ വെച്ച് തുടങ്ങാനായിട്ട് പാടില്ല. അതായത് ഇപ്പം ഞാൻ ഇൻറ്റ് 9 മാക്സ് എന്ന് പറഞ്ഞ് എഴുതുന്നത് ഇൻവാലിഡ് ആണ്. ബട്ട് ഇൻസ്റ്റഡ് ഐ എം റൈറ്റിംഗ് ഇൻറ്റ് മാക്സ് 9, ഇത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇൻറ്റ് അണ്ടർസ്കോർ മാക്സ് 9, ഇതും ഓക്കെയാണ്. പിന്നെ ഇപ്പം എനിക്ക് ഒരു 2 വേർഡ്സ്, ഇപ്പം എനിക്ക് ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എനിക്ക് ഇങ്ങനെ ഒരു വേരിയബിളിനെ എനിക്ക് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻറ്റ് ലെങ്ത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് സാധിക്കത്തില്ല. സ്പേസസ് അലൗ ചെയ്യത്തില്ല. അതിനിടയിൽ ഒരു അണ്ടർസ്കോർ ഇട്ടേ പറ്റും. അപ്പം ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പർ കേസ് ലോവർ കേസ് ഡിജിറ്റ്സും അണ്ടർസ്കോഴ്സും മാത്രമേ പാടുള്ളൂ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും. പിന്നെ എനിക്കൊരിക്കലും ഐഡൻറ്റിഫയർ എഴുതുമ്പോഴത്തേനും ഇൻറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് സാധിക്കത്തില്ല. ഈ ഫ്ലോട്ട് എന്ന് പറയുന്നതിൻ്റെ കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് വേർഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ 32 എണ്ണം. ഇതെല്ലാം പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ 1-2 കീവേഡ് ഇപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാനുള്ള ഒരു ഇത് മതി. അത് നമ്മൾ ഈ ഒരു സി പ്രോഗ്രാമിങ്ങിൻ്റെ മോഡ്യൂൾസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കീവേഡ്സ് എന്തൊക്കെയാണെന്ന് തന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ കീവേഡ്സ് പറ്റില്ല. പിന്നെ നമ്മൾ ഐഡൻറ്റിഫയേഴ്സിൻ്റെ എഴുതുമ്പോഴത്തേനും ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് എഴുതുമ്പോഴത്തേനും അവർക്ക് ക്യാരക്ടറിൻ്റെ ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ കമ്പൈലർ ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യും എന്ന് കരുതി വലിയ വലിയ പേരുകൾ എഴുതി പോകരുത്. കാരണം അത് നമുക്ക് പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചടങ്ങായിരിക്കും. അപ്പം ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള നെയിംസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഐഡൻറ്റിഫയേഴ്സ് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ഇൻറ്റ് എ ഇത് രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെയിം ടു സെയിം അല്ല, ഇത് കേസ് സെൻസിറ്റീവ് ആണ്. അതൊക്കെയാണ് ഐഡൻറ്റിഫയേഴ്സിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് ആണ്. ഓക്കെ, ഞാനിപ്പം എൻ്റെ സി പ്രോഗ്രാമിൽ ഞാൻ ചില വേരിയബിൾസ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അത് എങ്ങനത്തെ ടൈപ്പായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മളുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ജാറാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ അടുക്കളയിലിരിക്കുന്നൊക്കെ ഒരു ജാറാണെന്ന് വിചാരിക്കുക. ഈ ജാറിനകത്ത് എനിക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഇടാം, എനിക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം, എനിക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്സ് ഇടാം. അപ്പം എന്താണ് ഞാൻ ഇടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ്. നമ്മളുടെ വേരിയബിൾസിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസിന് എന്ത് വേണോ സ്റ്റോർ ചെയ്യാം. പക്ഷേ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 4 രീതിക്ക് ഡേറ്റ ടൈപ്സിനെ എഴുതാനായിട്ട് സാധിക്കും. പ്രൈമറി, ഡിറൈവ്ഡ്, എന്യൂമറേഷൻ ആൻഡ് വോയിഡ്. പ്രൈമറി എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നവരെയാണ് പ്രൈമറി ഡേറ്റ ടൈപ്സ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാറാണ്. ക്യാർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാരക്ടറിൻ്റെ തന്നെ കോമ്പിനേഷൻ നമുക്ക് സ്ട്രിങ് എന്നും വിശേഷിപ്പിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് ക്യാർ എ. അപ്പം എ എന്ന് പറയുന്ന എൻ്റെ കണ്ടെയ്നറിനകത്ത് എനിക്ക് ക്യാരക്ടറായിരിക്കും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എ ഒരു കണ്ടെയ്നറിൽ എ ഒരു വേരിയബിളാണ്. ഞാൻ ജസ്റ്റ് അതിനെ സിംപ്ലൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എ = 5 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് ഒരു കുഴപ്പമുണ്ട്. ക്യാരക്ടേഴ്സ് എപ്പോഴും സിംഗിൾ കോട്ട്സിലാണ് നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത്. അപ്പം 5 എന്ന് പറയും. B = 3 എന്ന് ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് വിചാരിക്കുക. സം = A + B എന്ന് ഞാൻ എഴുതിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഞാൻ അപ്പം A ആൻഡ് B ഞാൻ 2 എണ്ണം ക്യാരക്ടറായിട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ക്യാരക്ടർ ആയിട്ട് എനെയും ബിനെയും ഡിക്ലെയർ ചെയ്യാൻ ചെയ്തത്. എയുടെയും ബിയുടെയും അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. A 5 ആണ്, B 3 ആണ്. ഇത് സിംഗിൾ കോഡ്സ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് ക്യാരക്ടർ. ഇനി സം = A + B എന്ന് ചെയ്യുമ്പോഴത്തേനും എന്താണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്? ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു 8 ആണ് ഔട്ട്പുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. 8 അല്ല വരുന്നത്, നമുക്ക് 5 + 3 എന്നുള്ള രീതിയിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. 5 + 3 എന്നല്ല, 53 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ കൺകാറ്റിനേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് 53 വന്നത്, ഇവിടെ സം ഓപ്പറേഷൻ അല്ലേ കാണിക്കുന്നതെന്ന്. അതാണ് ക്യാരക്ടറാണ് ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പം അതിനകത്ത് ഒരു ന്യൂമറിക് വാല്യൂ ഇല്ല, അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ക്യാറിന് കാണത്തുള്ളൂ. അപ്പം എനിക്കിപ്പം സമ്മ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഒന്നെങ്കിൽ അതിന് ഇൻറ്റോ ഫ്ലോട്ടോ ഡബിളോ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇതേ പ്രോഗ്രാം ഞാനിവിടെ ഇങ്ങനെ എഴുതി, ഇൻറ്റ് a, b, a is equal to 5, b is equal to 3, sum is equal to 5, sum is equal to a plus b എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ എഴുതിയെന്നുണ്ടെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിംഗിൾ കോട്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ജസ്റ്റ് 5 ആണ്. 5 + 3 I'll get 8. അപ്പം ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു വേരിയബിളിനകത്ത് ഇൻറ്റീജറിനെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ്, ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡബിൾ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ കൂടുതൽ എന്താണ് പ്രിസിഷൻ വെച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.14 മാത്രം മതി എന്നുണ്ടെങ്കിൽ എനിക്കിത് ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, 3.14161718 എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡബിൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്ത് ആ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻറ്റിൻ്റെ ബൈറ്റ് മെമ്മറീസ് 2 bytes ആണ് ഇൻറ്റ് എടുക്കുന്നത് സ്റ്റോർ ചെയ്യാൻ. ക്യാറിന് 1 ആണ്, ഫ്ലോട്ട് 4, ഡബിൾ 8. പിന്നെ ഫോമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നതും നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മൾ യൂസറിൽ നിന്നും ഇൻപുട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പോൾ ഇൻ്റാണ് നമ്മൾക്ക് യൂസറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻറ്റീജർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യും. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് %c യൂസ് ചെയ്യും. ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ %f, LF നമ്മൾ ഡബിളിനും യൂസ് ചെയ്യും. അത് നമുക്ക് പ്രോഗ്രാമിംഗ് പറയുമ്പോഴത്തേനും ഇത് നമ്മൾ കുറച്ചുകൂടെ മെൻഷൻ ചെയ്തായിരിക്കും. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഡേറ്റ ടൈപ്പ് ക്വാളിഫയേഴ്സ്. ഡേറ്റ ടൈപ്പ് ക്വാളിഫയർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിനെ നമുക്ക് എന്താണ് പല രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഷോർട്ട്, ലോങ്, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. ഇപ്പം ഞാനൊരു ഇൻറ്റീജർ എടുത്തു. ഈ ഒരു ഇൻറ്റീജർ ഇൻറ്റ് എന്ന് പറയുന്നതിന് 2 bytes മെമ്മറി ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ആ ഒരു ഇൻറ്റീജറിനെ ഞാൻ ഷോർട്ട് ഇൻറ്റായിട്ട് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻറ്റിന് എത്രയാണ് 2 bytes ആണ്. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുന്നത് 0 to 2 bytesനുള്ളിലായിരിക്കും നമ്മുടെ വാല്യൂ. ഇതിന് ഞാൻ ലോങ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. സോ ലോങ് എന്ന് പറയുമ്പം 2 എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 2 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 0 to 2 എന്നല്ല, അതിനപ്പുറം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വരും എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ക്വാളിഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഡേറ്റ ടൈപ്സ് ബേസായിട്ട് നിൽക്കും, അതിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാനായിട്ടാണ് നമുക്ക് ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ് എന്ന് പറഞ്ഞ് ഇൻറ്റീജേഴ്സിന് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി അൺസൈൻഡ് ആയിട്ടുള്ളത്, ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻറ്റീജർ കൊടുക്കുമ്പോഴത്തേനും എനിക്കിപ്പം എത്ര ബിറ്റ്സ് ഉണ്ട്, എനിക്കിപ്പം ഇപ്പോൾ ഒരു ഓർഡിനറി ഇൻറ്റിനകത്ത് എനിക്ക് വരുന്നത് എൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് സൈൻ ആയിരിക്കും, അതായത് പ്ലസ് ഓർ മൈനസ്. ഇപ്പോൾ എനിക്ക് 21 ഞാൻ ഇൻറ്റ് എഴുതി കഴിഞ്ഞാൽ അത് +21 എന്നുള്ള രീതിയിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ അൺസൈൻഡ് ഇൻറ്റീജർ, നമ്മൾ സൈൻഡ് അൺസൈൻഡ് പറഞ്ഞാൽ അൺസൈൻഡ് ഇൻറ്റീജർ എന്ന് പറയുന്നത് ഈ ഒരു പ്ലസ്സും നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ യൂഷ്വലി വരുന്ന ലിമിറ്റിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ എക്സീഡ് ചെയ്ത് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. ബേസിക്കലി നമ്മളുടെ ഡേറ്റ ടൈപ്സിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാനായിട്ടുള്ളതാണ് ഷോർട്ട്, ലോങ്, അൺസൈൻഡ് ആൻഡ് സൈൻഡ് ഇൻറ്റീജർ. അത്രയും നിങ്ങൾ കരുതിയാൽ മതി. വോയിഡ് ഡേറ്റ ടൈപ്പാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ അല്ലെങ്കിൽ ഇല്ലാത്തത്, നത്തിങ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു വേരിയബിൾ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ വിച്ച് ഡസ് നോട്ട് റിട്ടേൺ എനിത്തിങ്, ഒന്നും ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിഡ് ഡേറ്റ ടൈപ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ബേസ് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിൽ ഇതൊന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.